ഹാപ്പി വിഷു. എല്ലാവർക്കും ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വിഷുദിനത്തിന് ഒരു കിടിലൻ ഓഫറാണ്. മറ്റൊന്നുമല്ല, നമ്മൾ നോർമലി സെയിൽ ചെയ്യുന്ന പ്ലാന്റ്സുകളും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള അത്യാവശ്യം റേറ്റൊക്കെ വരുന്ന പ്ലാന്റ്സും കൂടെ അടങ്ങിയ ഒരു വീഡിയോ ആണ്. എങ്കിലും ഏത് പ്ലാന്റ്സ് എടുത്താലും ഇതിനൊക്കെ തന്നെ നിങ്ങൾക്ക് 50 രൂപയ്ക്കാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ലഭിക്കുന്നത്. ചെറിയൊരു കണ്ടീഷനുണ്ട്. മറ്റൊന്നുമല്ല, മിനിമം 3 പ്ലാന്റ്സ് എടുക്കുമ്പോഴാണ് ഇവ നിങ്ങൾക്ക് 50 രൂപയ്ക്ക് ലഭിക്കുന്നത്. കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. മാത്രമല്ല, ഇതൊരു ലിമിറ്റഡ് ഓഫറാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടെങ്കിൽ മാത്രമാണ് ഇത് എത്ര ദിവസത്തേക്കാണ് ഈ ഒരു ഓഫർ നിലനിൽക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾ എൻക്വയറി ചെയ്തിട്ടാൽ മാത്രം നിങ്ങൾക്ക് ഈ ലിമിറ്റഡ് ഓഫർ ആ ഒരു ടൈമിൽ കിട്ടില്ല. എൻക്വയറി ചെയ്തിട്ട് ഒരു 10 ഹവേഴ്സിനുള്ളിലായിട്ട് പേയ്മെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ് ഈ പ്രൈസിൽ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ ലഭിക്കുകയുള്ളൂ. ആദ്യമായി നമ്മൾ ഈ ഒരു ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് എൽഡർബെറി പ്ലാന്റ് ആണ്. സാംബക്കസ് എന്ന പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റബ് വെറൈറ്റിയാണ്. പോട്ടിലും നിലത്തും നമുക്ക് വളർത്തിയെടുക്കാനായിട്ടും സാധിക്കുന്നതാണ്. അടുത്തതായിട്ട് ഡ്വാഫായി നിൽക്കുന്ന നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന മധുമാലതി പ്ലാന്റ് ആണ്. ഇത് നോർമലി നമ്മൾ കാണുന്ന വള്ളിയായി കയറി പോകുന്ന കാട്ടുചെടി അല്ല കേട്ടോ. ഹൈബ്രിഡ് വെറൈറ്റിയാണ്, ഡ്വാഫാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് മിനിയേച്ചർ അലമാണ്ട പ്ലാന്റ് ആണ്. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്ന ഈ ഒരു സൈസിലുള്ള നല്ല കിഡിലൻ പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് മിനിയേച്ചർ അലമാണ്ടേൻ്റെത് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ബ്ലീഡിംഗ് ഹേർട്ടാണ്. ഇത് റെഡ് ബ്ലീഡിംഗ് ഹേർട്ട് എന്ന പേരിലൊക്കെ അറിയപ്പെടാറുണ്ട്. ഈ സൈസിലുള്ള നല്ല സൂപ്പർ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. അടുത്തതായിട്ട് ഒരു കിഡിലൻ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. ഇതിൻ്റെ പേര് വരുന്നത് ഫ്രേസർ ഐലൻഡ് ക്രീപ്പർ എന്നാണ്. ടെക്കോമാന്തെ ഹില്ലി എന്ന പേരിലും ഇതറിയപ്പെടുന്നു. നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള വള്ളിയൊക്കെ വീശിയ പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ടിബോച്ചിന പ്ലാന്റ് ആണ്. ടിബോച്ചിനയുടെ 2 വെറൈറ്റി ഉണ്ട്. ഇത് മിനിയേച്ചർ ടൈപ്പാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് ഹൈഡ്രാഞ്ചിയയുടെ റെഡ് കളറാണ്. ഇതൊക്കെ ഡോഫ് വെറൈറ്റിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സിൻ്റെ ഒക്കെ സാപ്ലിങ് ചെറിയ സൈസായിരിക്കും, അധികം ഹൈറ്റ് ഉണ്ടാവില്ല. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അടുത്തതായിട്ട് അവക്കാഡോയുടെ പുള്ളോക്ക് വെറൈറ്റിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ചൂടുള്ള കാലാവസ്ഥയിൽ ഇതിൽ കായ പിടിക്കും. സീഡ്ലിംഗ് പ്ലാന്റ് ആണ്. ഈ സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് വയലറ്റ് ജാസ്മിൻ ആണ്. എല്ലാ കാലാവസ്ഥയിലും, ചൂടുള്ള കാലാവസ്ഥയിലും തണുപ്പ് കാലാവസ്ഥയിലൊക്കെ നന്നായി പൂക്കുന്ന ഒരു പ്ലാന്റാണിത്. അടുത്തതായിട്ട് വരുന്നത് ഒരു ഫ്ലവറിങ് ട്രീ ആണ് കേട്ടോ. ഇതിനെ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് പോട്ടിലും വളർത്താം. ബോട്ടിൽ ബ്രഷിൻ്റെ റെഡ് നിങ്ങൾക്ക് നിലത്തൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം കൊണ്ടൊരു ട്രീ ആയി മാറും. അടുത്തതായിട്ട് എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ജാക്കോബിന പ്ലാന്റ്. ജാക്കോബിനയുടെ പിങ്ക് വെറൈറ്റിയാണിത്. ജാക്കോബിനയുടെ പിങ്ക് മാത്രമല്ല, റെഡും വൈറ്റും ഒക്കെ നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്ലാന്റ്സുകളുടെയൊക്കെ പ്ലാന്റ് സൈസ് കറക്റ്റ് ശ്രദ്ധിക്കണം. മാത്രമല്ല, നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾ ആഗ്രഹിച്ച ഓരോ പ്ലാന്റ്സുകളും നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. സ്ക്രീൻഷോട്ട് എടുക്കുകയോ അതല്ലാത്ത പക്ഷം നിങ്ങൾ പ്ലാന്റിൻ്റെ നെയിം എഴുതി അയക്കുകയോ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് വരുന്നത് ട്രംപറ്റ് വൈനാണ് കേട്ടോ. ട്രംപറ്റ് വൈൻ നമുക്കൊക്കെ അറിയാം. ഓട്ടുമുല്ല എന്നൊക്കെയാണ് ഇവിടെ കോമൺ ആയിട്ട് ഈ ഒരു പ്ലാന്റിനെ വിളിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഈ ഒരു പ്ലാന്റ് എന്താ വിളിക്കുന്നതെന്നൊന്ന് മെൻഷൻ ചെയ്യണേ. ഈ ഒരു സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് ഒരു സ്ട്രബ് വെറൈറ്റിയാണ് ഡോംബെയ പ്ലാന്റ്. ഡോംബെയുടെ നല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡിൽ പൂക്കളുണ്ടാകുന്ന, പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഹൈഡ്രാഞ്ചിയയുടെ ഒക്കെ സാദൃശ്യം തോന്നുന്നൊരു ഫ്ലവറാണിത്. ഇതായിരിക്കും പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ ടിബോച്ചിനയുടെ വലിയ ഫ്ലവർ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് മിനിയേച്ചർ ടൈപ്പായിരുന്നു. ഇനി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വലിയ പൂക്കൾ ഉണ്ടാകുന്നത്. മെലസ്ട്രോമയുടെ ഒക്കെ ഫ്ലവർ പോലെ നമുക്ക് തോന്നിക്കും. ഈ സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ മ്യൂസിക്കൽ നോട്ടാണ്. മ്യൂസിക്കൽ നോട്ടിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് കൊണ്ടാണ് ആ ഒരു പ്ലാന്റിന് മ്യൂസിക്കൽ നോട്ട് എന്നൊരു പേര് വന്നത്. ഒരു സ്ട്രബ് വെറൈറ്റിയാണ്, കുറ്റിച്ചെടിയാണ്. എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാകുന്നൊരു പ്ലാന്റ് തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഏഞ്ചൽ ട്രംപറ്റ് ആണ്. ഏഞ്ചൽ ട്രംപറ്റ് ഇതുപോലെ ഇങ്ങനെ കോളാമ്പി പോലെ തൂങ്ങിക്കിടന്ന പൂക്കളുണ്ടാകും. നിങ്ങൾക്ക് അനായാസം തന്നെ പോട്ടിലും നിലത്തൊക്കെ വളർത്തിയെടുക്കാനും സാധിക്കും. ഇത് വരുന്നത്
സീഡ്ലെസ് ലെമൺ ആണ് കേട്ടോ. സീഡ് ഉണ്ടാവില്ല, അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് തൊലിയോട് കൂടെ തന്നെ ജ്യൂസ് അടിച്ചൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. സാലഡിലൊക്കെ ആഡ് ചെയ്യാം. കയ്പൊന്നും ഉണ്ടാവില്ല ഇതിന്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ സൈസിൽ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള സീഡ്ലെസ് ലെമൺ പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുക. അടുത്തതായിട്ട് ലോലിപോപ്പ് പ്ലാന്റ് ആണ്. ഇതും ഒരു സ്hrub വെറൈറ്റി തന്നെയാണ്. അത്യാവശ്യം നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്തുമ്പോഴാണ് ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത്. നമുക്കിതിനെ ബോർഡർ പ്ലാന്റ് ആയിട്ടും പോട്ടിലൊക്കെ വളർത്താനായിട്ട് സാധിക്കും. ഇതുപോലെ ചെറിയ സൈസ് പ്ലാന്റിൽ പോലും പൂക്കളായി തുടങ്ങുന്നുണ്ട്. ഈ സൈസിലുള്ള നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ്സുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് അല്പം മണ്ണ് ഒഴിവാക്കിയ ശേഷം അയച്ചു തരുന്നത്. അടുത്തതായിട്ട് മണിമുല്ല പ്ലാന്റ് ആണ്. വർഷത്തിൽ ഒരു തവണയാണ് മണിമുല്ല പൂക്കുന്നത്. പക്ഷെ അസാധ്യമായ മണവും ഭംഗിയും കൊണ്ട് നമ്മളെ ആകർഷിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. നേരത്തെ റെഡ് നമ്മൾ കണ്ടു, അതുപോലെ തന്നെ ഡോഫ് വെറൈറ്റിയാണ്. ചെറിയ പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. പക്ഷേ ഇതിൻ്റെ വേരുകളാണ് കാണാൻ കൂടുതൽ ഭംഗി. ഇലകൾ മുകളിൽ കൂടെ പടർന്നു പോയിട്ട് വേരുകൾ ഇതുപോലെ തൂങ്ങിക്കിടക്കും. പ്രിൻസസ് വൈൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ് അയക്കുക. അടുത്തതായിട്ട് വരുന്നത് യെല്ലോ ബ്രൈഡൽ ബൊക്കറ്റ് ആണ് കേട്ടോ. യെല്ലോ ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ ലീഫ് കണ്ടില്ലേ, വൈറ്റിൽ നിന്നും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണിത്. അല്പം ഹാർഡി ആയിട്ടുള്ള ഒരു ക്രീപ്പർ പ്ലാന്റ് തന്നെയാണ് യെല്ലോ ബ്രൈഡൽ ബൊക്കറ്റ്. അടുത്തതായിട്ട് ഒരു അടിപൊളി സ്hrub വെറൈറ്റിയാണ്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന കെസിയ ബൈ ഫ്ലോറ എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിനും 50 രൂപയ്ക്കാണ് ഈ ഒരു ഓഫറിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്തതായിട്ട് സെനീഷ്യോ ക്രീപ്പറാണ്. പെട്ടെന്ന് തന്നെ പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഫ്ലവറിങ് ട്രീ ആണ്, കനേഡിയൻ കൊന്ന. ഇതിനെ നമുക്ക് പോട്ടിലും നിലത്തൊക്കെ വളർത്താം. ഇത് ഗോൾഡൻ ഷവർ എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ അപരനായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ എല്ലാ സമയത്തും ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നു. അടുത്തായിട്ട് വെരിഗേറ്റഡ് ഐറിസ് പ്ലാന്റ് ആണ്. ഒരുപാട് കസ്റ്റമേഴ്സ് കോംബോ ആയിട്ട് വാങ്ങിയൊരു പ്ലാന്റ് ആണ്. ഇത് ലിമിറ്റഡ് ഓഫർ ആയതുകൊണ്ട് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത്. ഐറിസിൻ്റെ വെരിഗേറ്റഡ് ലീഫും വയലറ്റ് ഫ്ലവറും വരുന്നത്. അടുത്തതായിട്ട് പിങ്ക് ജാസ്മിൻ ആണ് കേട്ടോ. ഇതുപോലെ കൊലകുത്തി പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് പിങ്ക് ജാസ്മിൻ. നിറഞ്ഞ പൂക്കളായിരിക്കും, നല്ല സുഗന്ധമുള്ള പൂക്കളുമായിരിക്കും. ഇതിൻ്റെ നല്ല ഹെൽത്തിയായ ഈ സൈസിലുള്ള പ്ലാന്റ്സാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അടുത്തതായിട്ട് വൈറ്റ് ബ്ലീഡിംഗ് ഹെർട്ടാണ്. വൈറ്റ് ആ ഒരു ക്യാപ്പ് വരുന്നത് വൈറ്റ് കളറിലും പൂക്കൾ റെഡ് ഷെയ്ഡിലുമായിരിക്കും ഉണ്ടാകുന്നത്. ഈ സൈസ് പ്ലാന്റിൽ തന്നെ പൂക്കളായി തുടങ്ങുന്നുണ്ട്. അടുത്തായിട്ട് വൈറ്റ് തമ്പർജിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ബ്ലൂ ഷെയ്ഡ് ഈ ഒരു ഓഫറിൽ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും. അടുത്തായിട്ട് ഐവി പ്ലാന്റ് ആണ്. വെരിഗേറ്റഡ് ഐവി ആണ്. നമുക്കിതിനെ വോൾ ക്രീപ്പർ ആയിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്താനായിട്ട് സാധിക്കും. ഈ സൈസിലുള്ള നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തായിട്ട് വരുന്നത് ഒരുപാട് കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്ന വാങ്ങിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് പാരിജാതം പ്ലാന്റ്. ഇതാണ് ഒറിജിനൽ പാരിജാതം. ചിലർ ഗാർഡിനിയ പ്ലാന്റിനെയൊക്കെ പാരിജാതം എന്ന് വിളിക്കാറുണ്ട്. ഇത് ടെക്കോമ ക്യാപ്പൻസിസ് ആണ്. ടെക്കോമ ക്യാപ്പൻസിസിൻ്റെ ഓറഞ്ച് കളറ്. അടുത്തതായിട്ട് വരുന്നത് ടൈഗർ അബൂട്ട് ആണ്. അബൂട്ട് ലോണിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മളെടുത്ത് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ ഇതിൽ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ടൈഗർ ഓറഞ്ച് ഷെയ്ഡിൽ വരുന്ന ടൈഗർ അബൂട്ട് ആണ്. അടുത്തതായിട്ട് വരുന്നത് ബ്ലൂ കളറിലുള്ള ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. ഹൈബ്രിഡ് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഇവയിൽ ഉണ്ടാകുന്നത്. ഡയറക്റ്റ് സൺലൈറ്റിലല്ലാതെ ചെറിയൊരു ഷെയ്ഡിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിങ് പ്ലാന്റ് കൂടിയാണിത്. അടുത്തായിട്ട് ബർലേറിയ റെപ്പൻസ് ആണ്. കനകാംബരമൊക്കെ പോലത്തെ നല്ല അടിപൊളി പൂക്കളാണ് ഇതിലുണ്ടാകുന്നത്. ചെറിയ പ്ലാന്റിൽ തന്നെ പെട്ടെന്ന് പൂക്കളാകുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡൻ ഗാർഡീനിയ പ്ലാന്റ് ആണ്. നല്ല സുഗന്ധമുള്ള പൂക്കളായിരിക്കും ഗോൾഡൻ ഗാർഡീനിയയിൽ ഉണ്ടാകുന്നത്. വിരിയുന്ന സമയത്ത് ഒരു വൈറ്റ് ഷെയ്ഡ്, പിന്നെ ഒരു ഓഫ് വൈറ്റ്, പിന്നെ യെല്ലോ ഷെയ്ഡിലേക്ക് മാറുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് ഗാർഡീനിയ പ്ലാന്റ് ആണ്. സുഗന്ധരാജ, ഗന്ധരാജ എന്നൊക്കെ അറിയപ്പെടുന്ന, സുഗന്ധ റോസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റിനും നല്ല സുഗന്ധമായിരിക്കും. മാത്രമല്ല നല്ല മൾട്ടി പെറ്റലോട് കൂടി തിക്ക് ഫ്ലവറാണ് ഈ ഒരു ഗാർഡീനിയ പ്ലാന്റിൻ്റേത്. അടുത്തായിട്ട് ഹണിസക്കിളാണ്. 3 നിറങ്ങളിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല സുഗന്ധമുള്ള പൂക്കളാണ്, പെട്ടെന്ന് തന്നെ ക്രീപ്പ് ചെയ്ത് പോകുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് സീഡ്ലെസ് ചാമ്പയാണ്. ഇതിന് സീഡ് ഉണ്ടാവില്ല, കട്ടിങ്സ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡോഫ് ആയി നിന്നുകൊണ്ട് ചെറിയ പ്ലാന്റ്സുകളിൽ തന്നെ പെട്ടെന്ന് കായ പിടിക്കുന്നു. നമുക്ക് പോട്ടിലൊക്കെ വളർത്താനായിട്ടും സാധിക്കും. നെക്സ്റ്റ് വൺ റെഡ് പ്ലംബാഗോയാണ്. പ്ലംബാഗോയുടെ 3 കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. റെഡ്, വൈറ്റ്, ബ്ലൂ.
ബ്ലൂ ശരിക്കും നമ്മൾ ഈ ഒരു ഓഫറിൽ കൊണ്ടുവന്നിട്ടില്ല. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യുമ്പോൾ ചോദിക്കാവുന്നതാണ് കേട്ടോ. മൂന്നും നല്ല ഹെൽത്തി പ്ലാന്റ്സുകളാണ്. അടുത്തായിട്ട് വൈറ്റ് ബ്രൈഡൽ ബൊക്കറ്റാണ്. എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി തന്നെയാണ്. ഓരോ പ്രത്യേക കാലാവസ്ഥയിൽ മാത്രമല്ല ഇതിൽ പൂക്കളുണ്ടാകുന്നത്. അടുത്തായിട്ട് മെഡിനില്ല പ്ലാന്റ് ആണ്. ചെറിയൊരു ഷെയ്ഡിൽ വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിങ് സ്രബ് വെറൈറ്റിയാണ് മെഡിനില്ല പ്ലാന്റ്. ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ലീഫുകളൊക്കെ പൊള്ളിപ്പോകാനും സാധ്യതയുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഹൈഡ്രാഞ്ചിയാണ്. ഡാർക്ക് പിങ്ക് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നു. അപ്പോൾ ഏത് കളറാണെന്ന് നിങ്ങൾക്ക് പ്രത്യേകം തന്നെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. ഡാർക്ക് പിങ്ക്, ലൈറ്റ് പിങ്ക്, റെഡ്, ബ്ലൂ. നെക്സ്റ്റ് വൺ വരുന്നത് ഗാർലിക് വൈനാണ്. ഗാർലിക് വൈനെ നമുക്ക് കുറ്റിച്ചെടിയായിട്ടും ക്രീപ്പറായിട്ടും വളർത്താനായിട്ട് സാധിക്കും. നമുക്ക് പോട്ടിലൊക്കെ വെട്ടി ഒതുക്കി വളർത്താൻ പറ്റിയൊരു ക്രീപ്പർ വെറൈറ്റി തന്നെയാണിത്. നെക്സ്റ്റ് വൺ റെഡ് പാസിഫ്ലോറയാണ്. ഒരുപാട് വെയിറ്റ് ചെയ്യാതെ തന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാകുന്നതും എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്നതുമായൊരു ക്രീപ്പറാണിത്. അടുത്തതായിട്ട് വൈറ്റ് ഹൈഡ്രാഞ്ചിയാണ് കേട്ടോ. നമ്മൾ നേരത്തെ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സിനെ കുറിച്ച് പറഞ്ഞു തന്നിരുന്നു. എല്ലാം ഡോഫ് വെറൈറ്റി ആണെന്നുള്ളത്. ഡയറക്റ്റ് സൺലൈറ്റിൽ അല്ലാതെ തന്നെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ബോട്ടിൽ ബ്രഷാണ്. റെഡ് ബോട്ടിൽ ബ്രഷ് നമ്മൾ നേരത്തെ കണ്ടു. ഇത് ഒരുപാട് ഹൈറ്റ് വെച്ച് പോവാതെ തന്നെ ഡോഫായി നിന്നിട്ട് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് വൈറ്റ് ബോട്ടിൽ ബ്രഷ്. നെക്സ്റ്റ് വൺ വരുന്നത് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ്. ഇതിങ്ങനെ ഓരോ നോഡിൽ നിന്നും പൂക്കൾ, കാപ്പിപ്പൂവൊക്കെ പോലെ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് ജസ്റ്റീഷ്യ പ്ലാന്റ്. അധികം ഹൈറ്റ് വെക്കാത്തൊരു വെറൈറ്റിയാണ്. കട്ടിങ്സ് ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാം. നെക്സ്റ്റ് വൺ വൈറ്റ് ഹോയ പ്ലാന്റ് ആണ്. വൈറ്റ് ഹോയയ്ക്ക് മറ്റ് നോർമൽ ഹോയകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളത് അതിൻ്റെ ലീഫ് തന്നെയാണ്. വലിയ ലീഫുകളായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് ജസ്റ്റീഷ്യ കരീന എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ്. ഇതൊരു മജന്ത ഷെയ്ഡിൽ പൂക്കളുണ്ടാകുന്നു. ജാക്കോബിനയുടെ ഒക്കെ ഒരു മജന്ത വെറൈറ്റിയാണിത് കേട്ടോ. അടുത്തതായിട്ട് റൂട്ടിയ ഫ്രൂട്ടിക്കോസ, മിക്കി മൗസ് എന്ന പേരിലാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത്. കനകാംബരം ഒക്കെ പോലെ എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാകുന്നു. ഒരു സ്രബ് വെറൈറ്റിയാണ്. എല്ലാ സമയത്തും നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്താൻ പറ്റിയ പ്ലാന്റാണിത്. അടുത്തതായിട്ട് നല്ലൊരു ചന്ദന കളറിൽ പൂക്കളുണ്ടാകുന്ന ഇക്സോറ പ്ലാന്റ് ആണ്. സാൻഡൽ ഷെയ്ഡിലുള്ള ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് അയക്കുക. അടുത്തായിട്ട് ക്ലെറോഡൻഡ് ആണ്. ചെയിൻ ഓഫ് ഗ്ലോറി, അതുപോലെ തന്നെ മണിക്കൊന്ന, വെള്ളക്കൊന്ന എന്നീ പേരുകളിലൊക്കെ ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നു. ഇതും എല്ലാ സമയത്തും പൂക്കളുണ്ടാകുന്ന പ്ലാന്റ് തന്നെയാണ്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വളർത്താം. നെക്സ്റ്റ് വൺ വരുന്നത് റെഡ് ഇക്സോറയാണ്. ഈ റെഡ് തെച്ചി നല്ല വലിപ്പം വരുന്ന ടൈപ്പാണ് കേട്ടോ. വലിയ ഡോഫായി നിൽക്കുന്നതല്ല, അത്യാവശ്യം ഹൈറ്റ് വെച്ച് പോകുന്ന നാടൻ വെറൈറ്റി തന്നെയാണ്. നാടൻ വെറൈറ്റിൻ്റെ തന്നെയാണ് ഓറഞ്ചും. നമ്മൾ നോർമലി കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു വെറൈറ്റിയാണിത്, ഓറഞ്ച് ഇക്സോറ പ്ലാന്റ്സ്. അടുത്തതായിട്ട് ഡബിൾ പെറ്റൽ സ്നോറോസ് ആണ്. മൾട്ടി പെറ്റലായിട്ട് നിന്ന് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി. ഇതിനെ നമുക്ക് ബോൺസായി ആയിട്ടൊക്കെ വളർത്തിയെടുക്കാനും സാധിക്കും. ക്യാറ്റ്സ് ക്ലൗ പ്ലാന്റ് നിങ്ങൾക്ക് 50 രൂപയ്ക്ക് ലഭിക്കുന്നതാണ്. ഇത്രയും പ്ലാന്റുകളാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 2 ദിവസത്തേക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ നിലനിൽക്കുന്നുള്ളൂ. പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളൂ.